കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഒത്തിരി വെല്ലുവിളികളെ നേരിട്ടവരാണ്. ചെറുതും വലുതുമായ വെല്ലുവിളികൾ. സാമ്പത്തിക പ്രശ്നം ഒരു വെല്ലുവിളിയാണ്. പെട്ടെന്ന് വരുന്ന രോഗം ഒരു വെല്ലുവിളിയാണ്. ഇതെല്ലാം നമ്മൾ അതിജീവിച്ചവരാണ്. എന്ന് വേണ്ട, ചെറുതും വലുതുമായ കുഞ്ഞുങ്ങൾക്ക് വന്ന പ്രശ്നങ്ങൾ, കുടുംബജീവിതത്തിൽ വന്ന പ്രശ്നങ്ങൾ ഒക്കെ ഒരു വെല്ലുവിളിയാണ്. വെല്ലുവിളികൾ അതിനെ നേരിടണം എന്നുള്ളത് ദൈവം നമ്മോട് പറയുന്നൊരു കാര്യമാണ്. ദാവീദിന്റെ മേൽ പരിശുദ്ധാത്മാഭിഷേകം വന്ന ശേഷം അവന്റെ മുൻപിലുള്ള ചെറിയ വെല്ലുവിളികളെ മാത്രമല്ല നേരിട്ടത്. അവന്റെ അപ്പന്റെ ആടിനെ പിടിച്ചുകൊണ്ട് പോകാൻ ഒരു സിംഹവും കരടിയും വന്നു. ആ വെല്ലുവിളിയെ അവൻ നിസ്സാരമായി നേരിട്ടു. കാരണം അവന്റെ ശക്തി കൊണ്ട് അതൊരിക്കലും കഴിയില്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം അവനെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ഭംഗിയായി പോകുമ്പോഴാണ് ഈ സിംഹവും കരടിയും വന്നത്. അതൊരു വെല്ലുവിളിയാണ്. അവന്റെ ആടിനെ കൊണ്ടുപോയാണ്, വിട്ടില്ല. ആ സിംഹത്തിന്റെയും കരടിയുടെയും വായിൽ നിന്ന്, പല്ലിന്റെ അകത്ത് നിന്ന് വാ തുറന്ന് സിംഹത്തിന്റെ കരടിയുടെ വായെ കൈയിടണമെങ്കിൽ എത്ര ധൈര്യം വേണം! എന്തൊരു മനക്കരുതാണ്! എവിടെ നിന്ന് കിട്ടി ഈ ധൈര്യം? ഒരു ബാത്റൂമിൽ കയറിയ പാറ്റയുണ്ടെങ്കിൽ, പല്ലിയുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം പോക്കാണ് പലർക്കും. ഇത് ഒരു സിംഹത്തിന്റെ വായെ കൈയിട്ടത്, ഒരു കരടിയുടെ. പറയാൻ എന്തൊരു എളുപ്പമാണ്! ഇത് പട്ടിയുടെ വായ കൈയിട്ട കഥയല്ല, പൂച്ചയെ തൊട്ട കാര്യമല്ല ഈ പറയുന്നേ. സിംഹവും കരടിയും ഭൂമിയിൽ ഏറ്റവും ക്രൂരമായ ജീവികൾ. ഒരു പശുവിനെ വെറുതെ കടിച്ചെടുത്തുകൊണ്ട് പോകുന്ന, നിസാരമായി തൂക്കിയെടുത്തുകൊണ്ട് പോകാൻ ശേഷിയുള്ള, ആരോഗ്യമുള്ള ഒരു JCB കണക്കിരിക്കുന്ന രണ്ട് മൃഗങ്ങൾ. അത് അവനൊന്നുമായിട്ട് തോന്നിയില്ല. കാരണം അതിനെ അതിജീവിക്കാനുള്ള ശേഷി അവനിലുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഈ രണ്ട് സംഭവത്തിന് ശേഷം അവനിപ്പോൾ രാജ്യത്തിന്റെ വെല്ലുവിളിയാണ് നേരിടുന്നത്. ഈ ഫെലിസ്തീനെ ഇല്ലാണ്ടാക്കിയാൽ എന്ത് തരും? ഇതിനെ ഞാൻ കൈകാര്യം ചെയ്യാം. അപ്പൊ ശൗൽ, അന്നത്തെ രാജാവ്, പറഞ്ഞു, കുഞ്ഞെ നിനക്ക് പറ്റില്ല, മറ്റവൻ ആരാണെന്നറിയാം. അവനെ അങ്ങോട്ട് വർണ്ണിച്ചു. ദാവീദിനറിയാം അതിനേക്കാൾ വലിയ ഒരുവൻ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കഴിവുകൊണ്ട് അത് നടക്കില്ല, എന്നാൽ ഈ വെല്ലുവിളിയെ നേരിടാൻ എനിക്ക് കഴിയും. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, ദാവീദിനെ പോലെ, പൗലോസിനെ പോലെ വെല്ലുവിളികളെ നേരിടാൻ ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ നേരിടുന്ന എന്ത് പ്രശ്നത്തെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും. അത് ദൈവം നിങ്ങളുടെ മുമ്പിൽ അനുവദിച്ചിരിക്കുന്നതാണ്. ദാവീദിന്റെ മുമ്പിൽ സിംഹത്തെയും കരടിയെ അനുവദിച്ചു. ദാവീദ് ചേട്ടന്മാരെ കാണാൻ പോയതാണ്, ഗോലിയാത്തിനെ കാണാൻ പോയതല്ല. ഇന്നത്തെ പോലെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊന്നും വന്നിട്ട് കണ്ടിട്ട് പോയതല്ല. അപ്പം പറഞ്ഞിട്ട് സഹസ്രാധിപന് കുറച്ച് അടയൊക്കെ കൊണ്ടുപോയി കൊടുക്കണം, പിന്നെ ചേട്ടന്മാരോട് വിശേഷം ചോദിച്ചിട്ട് വരണം. അപ്പൊ ഇതിനു വേണ്ടി പോയതാണ്. ഇവൻ വെല്ലുവിളികളെ നേരിടാൻ പോയതല്ല. എന്നാൽ ഇവന്റെ മുമ്പിൽ അതെല്ലാം വരികയാണ്. ഇതുപോലെ നമ്മളുടെ യാത്രയിൽ, ജീവിതയാത്രയിൽ നമ്മൾ അപ്രതീക്ഷിതമായ ചില സാഹചര്യത്തിൽ ചെന്ന് പെടുന്നത് പോലും ദൈവം അറിഞ്ഞിട്ടാണ്. അതിനെ നമ്മൾ അതിജീവിക്കണം. അപ്രതീക്ഷിതമായി വരുന്ന എല്ലാം, സിംഹവും കരടിയും ഗോലിയാത്തെല്ലാം അപ്രതീക്ഷിതമായിട്ട് വരുന്നതാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ വരും. അതിനെല്ലാം നമുക്ക് നേരിടാൻ എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവും. അങ്ങനെ പറയാൻ, അതിജീവിക്കാൻ കർത്താവ് കൃപ തരട്ടെ. ദാവീദ് ആരാധിച്ചതുപോലെ നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് കൃപ തരും. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി, ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി, ഉപയോഗിക്കണേ
ഉപയോഗിക്കണേ. ഇനിയും എന്നെ ഉണർവിനായി ഉപയോഗിക്കണേ. ഉപയോഗിക്കണേ. ഇനിയും എന്നെ ഉണർവിനായി ഉപയോഗിക്കണേ. അണയാത്ത ഒരഗ്നിയായി കത്തുവാൻ നിന്നഗ്നിയെ പകരണമേ. വിളങ്ങിടുന്ന ഒരു ജ്യോതിസായി മാറുവാൻ നിന്നഗ്നിയെ പകരണമേ. അണയാത്ത ഒരഗ്നിയായി കത്തുവാൻ നിന്നഗ്നിയെ പകരണമേ. വിളങ്ങിടുന്ന ഒരു ജ്യോതിസായി മാറുവാൻ നിന്നഗ്നിയെ പകരണമേ. ഉപയോഗിക്കണേ. ഇനിയും എന്നെ ഉണർവിനായി ഉപയോഗിക്കണേ. ഉപയോഗിക്കണേ. ഇനിയും എന്നെ ഉണർവിനായി ഉപയോഗിക്കണേ. യേശുവേ, ഞങ്ങളെ ഉണർവിനായി ഉപയോഗിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ഈ കാലഘട്ടത്തിൽ അങ്ങ് വെച്ചിരിക്കുന്ന അന്ത്യകാല ഉണർവിനായി ഞങ്ങളെ ഉപയോഗിക്കണമേ. ഒന്ന് പ്രാർത്ഥിച്ച് എന്നെ ഉപയോഗിക്കണേ കർത്താവേ. അങ്ങ് എന്തെല്ലാം വെച്ചിട്ടുണ്ട് അതിൽ ഞങ്ങളെ ഒന്ന് കൂട്ടണമേ. ഞങ്ങളെ ഒന്ന് ഇൻവോൾവ് ചെയ്യണമേ അപ്പാ. അണയാത്തൊരു അഗ്നി ഞങ്ങളിൽ കത്തട്ടെ. അണയാത്ത ഒരഗ്നിയായി കത്തുവാൻ നിന്നഗ്നിയെ പകരണമേ. വിളങ്ങിടുന്ന ഒരു ജ്യോതിസായി മാറുവാൻ നിന്നഗ്നിയെ പകരണമേ. ഉപയോഗിക്കണേ. ഉപയോഗിക്കണേ. ഇനിയും എന്നെ ഉണർവിനായി ഉപയോഗിക്കണേ. ഉപയോഗിക്കണേ. ഇനിയും എന്നെ ഉണർവിനായി ഉപയോഗിക്കണേ. അടിയനിതാ ദേവാ. അടിയനിതാ ദേവാ. അടിയനിതാ ദേവാ. അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമായി അടിയനിതാ.
സർവവുമായി അടിയനിതാ. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ ചരിത്രം വീണ്ടും അവർ പൊക്കിയെടുക്കുകയാണ്. ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണെന്ന് പറഞ്ഞു. ഇപ്പോൾ വീണ്ടും അബ്രഹാമിൻ്റെ ചരിത്രം പൊക്കി. ഇവർക്ക് പൊങ്ങച്ചം പറയാനായിട്ട് അബ്രഹാമും മോശയേ ഉള്ളൂ. മോശയെ കല്ലെറിയാൻ വേണ്ടി ഒരുങ്ങിയ അവരുടെ തലമുറയാണ് ഇവരെന്ന് ഓർക്കണം. മോശയെ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിപ്പിച്ച. പിന്നെ അബ്രഹാമിൻ്റെ കാലത്ത് ഇവന്മാരില്ല. അബ്രഹാം കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് വാങ്ങിയ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയുള്ളൊരു തലമുറയാണ് ഇവർ. ഇവരെല്ലാം പ്രകാശിക്കണം. കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ, നിന്റെ സന്തതി ഈ വണ്ണമാകും. ഏതുപോലെ? നീ ആകാശത്തിലോട്ട് നോക്ക്. അബ്രഹാം ആകാശത്തിലോട്ട് നോക്കിയപ്പോൾ നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നു ഉയരങ്ങളിൽ. ഒന്ന്, ഉയരങ്ങളിലാണ് നിന്റെ മക്കൾ. 2, എണ്ണാൻ കഴിയില്ല. 3, വെട്ടിത്തിളങ്ങും. 3 ഗുണങ്ങളാണ് അവിടെ അന്ന് രാത്രി ദൈവം വെളിപ്പെടുത്തത്. 1, ഏറ്റവും ഉയരങ്ങളിലെത്തും. 2, എണ്ണാൻ കഴിയില്ല. 3, മിന്നി പ്രകാശിക്കും, ശോഭിക്കും. ഈ 3 ഗുണങ്ങൾ. അങ്ങനെ ആകേണ്ടവർ ഇപ്പോൾ നോക്കിയേ ക്ഷയിച്ചു വരുന്നു. ഉയരങ്ങളിലല്ല, ശോഭിക്കുന്നില്ല. ഇതാണ് യേശുവിൻ്റെ കാലത്തുള്ള അവസ്ഥ. എന്നാൽ യെശയ്യാ പ്രവചനത്തിൽ 60-ാം അധ്യായത്തിൽ പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്ക്, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നീ എഴുന്നേറ്റ് ഉയരങ്ങളിൽ പ്രകാശിക്കണം. നീ വർദ്ധിച്ച് പെരുകണം. എണ്ണിക്കൂടാത്ത ഒരു സമൂഹമായി നീ മാറണം. ഇതൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അങ്ങനെ ആകേണ്ടവർ ഗതികെട്ട് കിടക്കുകയാണ്. 90% രോഗികൾ, കുഷ്ഠരോഗികൾ, വ്യഭിചാരികൾ, കുലപാതകന്മാർ. ദൈവവചനം പ്രമാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരെ കുടുംബജീവിതവും തല്ലിക്കെടുത്തി ഭാര്യമാരെ ഉപേക്ഷിച്ച് ദൈവം വിശുദ്ധീകരിച്ച് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലോട്ട് അയച്ച് യേശുവിനെ കല്ലെറിയാനും ഭൂതമുണ്ടെന്ന് പറയാനും ശമര്യക്കാരെന്നൊക്കെ പറയാൻ വേണ്ടി നിൽക്കുക. എന്തൊരു ഗതികെട്ട ശാപ അവസ്ഥയിലാണ് അവര്. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെട്ടു, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിച്ചുമിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്ന വാക്കുകൾ. കേട്ടോ, ഓരോ വ്യക്തികളുടെ വാക്ക് കേൾക്കുമ്പോൾ അറിയാം ഇത് അനുഗ്രഹിക്കപ്പെട്ടാണ്. ശാപത്തിൻ്റെ കൂമ്പാരമായിട്ട് ഇവർ മാറി. ഇവർ അബ്രഹാമിൻ്റെ മക്കളാണെന്ന് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ 56-ാം വാക്യത്തിൽ, നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണുമെന്ന് ഉള്ളം കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എൻ്റെ ദിവസം. അപ്പം ഇന്ന് അബ്രഹാം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അബ്രഹാം സന്തോഷിക്കുമായിരുന്നു. എന്നാൽ അബ്രഹാമിൻ്റെ മക്കളായ നിങ്ങൾ എത്രയധികം സന്തോഷിക്കണം. ഈ ഭൂമിയിലേക്ക് വന്ന ഞാൻ എന്തിനു വന്നു? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വർധനവ് തിരിച്ചു തരാൻ. എണ്ണിക്കൂടാതെ വണ്ണം നിങ്ങൾ വർദ്ധിക്കണം. നിങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഉയരങ്ങളിലേക്ക് പോകുന്നില്ല, നിങ്ങൾ ശോഭിക്കുന്നില്ല.
അബ്രഹാമിനെ കൂടാരത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്ന് ഉയരങ്ങളിൽ നിർത്തിയത് ഞാൻ തന്നെയാണ്. യേശുവിന് പറയാൻ അതേ ഉള്ളൂ. യുവമാരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണുമെന്ന് വളരെയധികം ഉല്ലസിച്ചതാണ്, കണ്ടുമിരിക്കുന്നു. അബ്രഹാം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എൻ്റെ ദിവസമാണ്. ഞാൻ ഈ ഭൂമിയിലേക്ക് വരുന്നതാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ, അബ്രഹാമിൻ്റെ തലമുറയ്ക്കുള്ള ഏറ്റവും വലിയ ബ്ലെസ്സിങ്. കാരണം ഇസ്രായേൽ ഗൃഹത്തിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. യേശു പറഞ്ഞത് വാസ്തവമല്ലേ, സത്യമല്ലേ? ഇവരെ തേടിയാണ് യേശു വന്നത്. ഇവരെ ഉയർത്തണം, ഇവരെ വർദ്ധിപ്പിക്കണം, ഇവരെ ശോഭയുള്ളതാക്കി മാറ്റണം. കാരണം അബ്രഹാമിനോട് ഈ വാക്ക് പറഞ്ഞതാണ്, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആക്കും. എത്ര വലിയൊരു പദവിയാണ് ഇവർക്ക് കൊടുത്തത്. എന്നാൽ യഹൂദന്മാർ അവനോട്, നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുന്നമേ ഞാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലെടുത്തു. യേശുവോ മറഞ്ഞ് ദേവാലയം വിട്ടുപോയി. യേശു പറയുന്ന മുഴുവൻ സത്യമാണ്. സത്യം പിടിക്കാൻ പറ്റുന്നില്ല അവർക്ക്. അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട്, ഞാൻ ദൈവവചനമാണ്, എനിക്ക് മാറ്റമില്ല. ഞാനൊരു ജഡത്തിൽ വന്നെങ്കിലും ഞാൻ സകലത്തെ ഉണ്ടാക്കിയെന്നവനാണ്. അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ ശില്പിയായിരുന്നു. അബ്രഹാമിന് നക്ഷത്രങ്ങളെ പോലെ മക്കളെ കൊടുക്കാന്ന് പറഞ്ഞ ഞാനാണ് വചനം. ഞാൻ പറഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ ഉണ്ടായി വന്നത്. സാറ ഗർഭം ധരിച്ചതും ഇസഹാക്ക് ജനിച്ചതും വർദ്ധിച്ച് പെരുകിയതെല്ലാം ഞാൻ മുഖാന്തരമാണ്. സകലതും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. എത്ര ഭാഗ്യമുള്ളവരാണ് ഇന്ന് ഈ വചനങ്ങൾ കേൾക്കുന്നത്. ഒരു രാജ്യം യേശുവിനെ അംഗീകരിക്കുന്നില്ല. എന്നാൽ ഇന്ന് ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങൾ എത്ര അനുഗ്രഹങ്ങൾ ഇനി കാണാൻ പോകുന്നു. കാരണം സാക്ഷാൽ വചനം കേൾക്കുന്നവർ യേശുവിനെ യേശുവായി, യേശുവിനെ രാജാവായി, യേശുവിനെ വചനമായി, യേശുവിനെ നിത്യജീവനായി. എങ്ങനെയാണ് നിങ്ങൾ യേശുവിനെ കാണുന്നത്? ഒരിക്കൽ വഴിയറമ്പത്തൊരുത്തൻ ഇരുന്നു കൊണ്ട് ഭിക്ഷയാചിക്കുകയാണ്. അപ്പോഴാണ് യേശു ആ വഴി പോകുന്നതെന്ന് വലിയ പുരുഷാരത്തിൻ്റെ ആരവം കേൾക്കുന്നു. അപ്പോൾ കാഴ്ചയില്ലാത്ത ഇവൻ ആൾക്കാരോട് ചോദിച്ചു, എന്താണ് ആ ശബ്ദം, ആരാണ് ഈ പോകുന്നത്? അവർ പറഞ്ഞത്, കൂടെ പോകുന്നവർ പറയണത് അത് നസ്രയനായ യേശുവാണ്. എന്നാൽ അവൻ വിളിച്ചത് എന്താണ്? ദാവീദ് പുത്ര, എന്നോട് കരുണ കാണിക്കണേ. ദാവീദിന്റെ കുടുംബത്തിൽ ദാവീദിന്റെ സന്തതിയായി യേശു വരുമെന്നുള്ള ഉറപ്പ് ഈ കാഴ്ചയില്ലാത്തവനുണ്ട്. അവൻ ഉറക്കെ നിലവിളിച്ചു. അപ്പൊ അവർ മിണ്ടാതിരിക്കാൻ പറയാൻ കാരണം, എടാ വിളിക്കണേ നസ്രയനായ യേശുവേ എന്ന് വിളി. ഇത് ദാവീദ് പുത്ര, ഇവൻ എന്തൊക്കെയാ പറയുന്നേ? എന്നാൽ അവൻ വീണ്ടും ഉറക്കെ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണേ. യേശു അവിടെ നിന്നു. നസ്രയനായ യേശുവേ എന്ന് വിളിച്ചാൽ യേശു അവിടെ നിൽക്കില്ല. ദാവീദ് പുത്ര, അതിൻ്റെ മുമ്പിൽ ഇത്രയും പുരുഷാരം മുഴുവൻ എന്തൊക്കെയോ വിളിക്കുന്നുണ്ട്. ജോസഫിന്റെ മോനെ, എടാ ജോസഫും ഞാനൊക്കെ ഞങ്ങൾ അടുത്ത ആൾക്കാരാണ്. ജോസഫിന്റെ മോനെ, മറിയയുടെ കുഞ്ഞേ, യൂദായുടെ ചേട്ടാ, യാക്കോബിന്റെ സഹോദര, ബന്ധുക്കളെല്ലാം കൂടെയുണ്ട്. ഇന്ന കാര്യമൊന്ന് ചെയ്തുക, റെക്കമെൻഡേഷനും നാട്ടുകാരും ഉണ്ട്. എന്നാൽ യേശുവിനെ സാക്ഷാൽ ദൈവമായി മനസ്സിലാക്കി ഒരു കാഴ്ചയില്ലാത്ത ഒരു ഭിക്ഷക്കാരൻ അവിടെ ഇരുന്ന് ഒരു വിളി വിളിച്ചു. ഈ പുരുഷാരത്തിൻ്റെ ഇടയിൽ കൂടി ഈ സ്വരം യേശു തിരിച്ചറിഞ്ഞു. ഇത്രയും വലിയ ആരവാരത്തിൻ്റെ ഇടയിൽ ഭയങ്കരമായ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുള്ള പുരുഷാരം, 10,000ങ്ങളുടെ നടുവിൽ ഈ ബർത്തിമയുടെ സ്വരം അതവന് കേൾക്കാം. ബർത്തിമയുടെ ശബ്ദത്തിൻ്റെ ഗംഭീരമാണെന്ന് ഞാൻ വിചാരിച്ചല്ല. ഇത്രയും ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ
ഭർത്യമായി ആരും ശ്രദ്ധിക്കാൻ പറ്റും? യേശുവിനെ അറിയാം. ആ രക്തസ്രാവക്കാരത്തി തൊട്ടപ്പോഴറിയാം, എന്നെ തൊട്ടതാര്. തിക്കും തിരക്കിൻ്റെ ഇടയിൽ തൊട്ടതിനെ, ശക്തിയെ ചോർത്തിയതിനെ യേശുവിനെ അറിയാം. യേശുവിനോട് വിശ്വാസത്തോടെ ആര് സമീപിക്കുമോ അവരെ ഉടനെ തിരിച്ചറിയും. യേശു അവിടെ നിൽക്കും. യേശു അവിടെ നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കാൻ പറഞ്ഞു. ഉടനെ ശാസിച്ചവർ തന്നെ വന്നിട്ട് പറഞ്ഞു, അവനെ വിളിപ്പേ, ഗുരു നിന്നെ വിളിക്കുന്നു, സമാധാനമായിരിക്കുക. അങ്ങനെ സ്നേഹത്തോടെ ഈ ഭർത്യമായിയെ വിളിച്ചപ്പോൾ അവിടെ വായിക്കുന്നു, ഭർത്യമായി തൻ്റെ പുതപ്പ് ഇട്ടേച്ച് യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്നു. എന്താ പുതപ്പ്? ഭിക്ഷാടകർക്കൊരു പുതപ്പുണ്ട്. അത് ഇട്ടാലേ കീറിയ പുതപ്പ്, അഴുക്ക് പിടിച്ച പുതപ്പ്, ചെള്ളയുള്ള പുതപ്പ്, ആ പുതപ്പ് കണ്ടാലേ 10 കാശ് കിട്ടൂ. ആ പുതപ്പ് എന്തിനെ കാണിക്കുന്നു? ദാരിദ്ര്യം, ഭിക്ഷാടനം, ഒന്നുമില്ലായ്മ, ശൂന്യത. ഈ പുതപ്പ് ഇവൻ അവിടെ ഇട്ടേച്ച് യേശുവിൻ്റെ അടുത്തോട്ട് പോയി. അവനൊരു കാര്യം അറിയാം, യേശു വിളിച്ചാൽ ഇനി ഈ പുതപ്പ് ഇനി ഒരിക്കലും എടുക്കേണ്ട ആവശ്യമില്ല. അവൻ ആ പുതപ്പ് ഇട്ടേച്ച്, സാധാരണ അവൻ ആ പുതപ്പ് താഴെ വെക്കാൻ പറ്റില്ല. കാരണം ഒന്ന്, അവൻ്റെ കുളിര് മാറുന്നത് ഈ പുതപ്പിലാണ്. 2, 4 കാശ് കിട്ടണമെങ്കിൽ മനുഷ്യർക്ക് മനസ്സലിവ് തോന്നണമെങ്കിൽ ഈ ദാരിദ്ര്യ പുതപ്പ് കാണണം. 3, താഴെ ഇട്ട് കഴിഞ്ഞാൽ അപ്പുറത്തെ ഭിക്ഷക്കാരനത് എടുക്കും. അവൻ നോട്ട് വിട്ടേക്കാണ്, ഈ പുതപ്പ് കിട്ടിയാൽ കൊള്ളാം. എന്നാൽ യേശു വിളിച്ചപ്പോൾ അവനറിയാം, ഇനി ആരെങ്കിലും ഈ പുതപ്പ് എടുത്തോട്ടെ, ഇനി ഞാൻ ഭിക്ഷക്കാരനല്ല. യേശു വിളിച്ചെങ്കിൽ ഞാൻ ഇനി ഭിക്ഷക്കാരനല്ല, ഞാൻ ദരിദ്രനല്ല. എന്നെ വിളിച്ചത് ദാവീദ് പുത്രൻ, രാജാവാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ഒരു രാജാവ് നീതിയോടെ വാഴും, വാഴാൻ വന്നവൻ, രാജാവായി പിറന്നവൻ. ദാവീദ് പുത്ര എന്ന് വിളിച്ചതിന്റെ കാരണം അതാണ്, രാജാവാണ് വിളിച്ചത്. രാജാവ് എന്നെ വിളിച്ചെങ്കിൽ ഇനി എനിക്ക് എന്തിനാ ഈ പുതപ്പ്? ഇന്ന് ആരോടൊക്കെ ദൈവം ഇടപെടുന്ന കാര്യമാണ്. രാജാവ് വിളിച്ചെങ്കിൽ ഈ യഹൂദന്മാർക്ക് യേശുവിനെ എറിയാൻ കല്ലെടുത്തിരിക്കുകയാണ്. ആരെ എറിയാൻ? രാജാവിനെ. എന്നാൽ ഭർത്യമായി സൗഖ്യമാക്കി. ഭർത്യമായി അന്ന് മുതൽ യേശുവിൻ്റെ ശിഷ്യനായി. അന്ന് മുതൽ എനിക്ക് തോന്നുന്നു 120 പേരുടെ കൂട്ടത്തിൽ ഈ ഭർത്യമായൊക്കെ ഉണ്ടായി. പെന്തക്കോസ്ത് അല്ല, അഭിഷേകം പ്രാപിച്ച് അന്യഭാഷയും കിട്ടി. എനിക്ക് തോന്നുന്നു ഭർത്യമായി ഏതൊക്കെയോ രാജ്യങ്ങളിൽ, യൂറോപ്പ്, ഇംഗ്ലണ്ട്, പല രാജ്യങ്ങളിലൊക്കെ കറങ്ങി സുവിശേഷം അറിയിച്ച് തിരിച്ച് അവിടെ ചെന്ന് കാണും. സാധാ വ്യക്തിയല്ല ഇപ്പോൾ ഭർത്യമായി, അസാധാരണ വ്യക്തി. കാരണം യേശു ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? കർത്താവേ, എൻ്റെ കണ്ണ് തുറക്കണം, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. ഇഷ്ടം എന്താണ്? അതൊക്കെ നടക്കട്ടെ. അവൻ്റെ കണ്ണ് മാത്രമല്ല, ഇഷ്ടങ്ങളെല്ലാം നടന്നു. നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ കണ്ണ് മാത്രമല്ല, അവന് കർത്താവിൻ്റെ കൂടെ നടക്കണം, ആ ഇഷ്ടവും നടന്നു. ദാരിദ്ര്യം ഇനി എൻ്റെ ജീവിതത്തിൽ വേണ്ട, ആ ഇഷ്ടവും നടന്നു. അവന് എന്തെല്ലാം ഇഷ്ടം ഉണ്ടായോ അത് മുഴുവൻ നടന്നു. ആ വാക്കാണ് യേശു അവിടെ ഉപയോഗിച്ചത്, നിന്റെ ഇഷ്ടം പോലെ, നീ വിശ്വസിക്കുന്നത് പോലെ, അതുപോലെ നടക്കട്ടെ. യേശു വിളിച്ചാൽ ഒരു രാജകീയ വിളിയാണ്. അതിനകത്ത് രാജകീയമായ എല്ലാ ബ്ലെസ്സിങ്ങും ഉണ്ട്. ഈ സത്യങ്ങൾ അറിയണം. ഈ രാജാവിനെയാണ് ഇവന്മാർ കല്ലെറിയുന്നത്. ഇവന്മാർ എന്ത് പൊട്ടന്മാരാ! വല്ല ബോധമുണ്ട് ഇവന്മാർക്ക്? അബ്രഹാം ജനിക്കുന്നതിന് മുമ്പുള്ള ആളാ, ഭൂമിക്ക് അടിസ്ഥാനമിട്ട ആളാ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് വീണ്ടും ഭൂമി ഇതുപോലെ മനോഹരമാക്കിയ, സകലത്തെ ഉളവാക്കിയ ആളാണ് മനുഷ്യനായി നിൽക്കുന്നത്. കണ്ണില്ലാത്തവനിത് കാണാൻ പറ്റി, കണ്ണുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. യേശു അതുകൊണ്ട് പറഞ്ഞു, കാണാത്തവർ കാൺമാനും കാണുന്നവർ കുരുടരാകാൻ ഇങ്ങനെ ന്യായവിധിക്കാൻ ഞാൻ ലോകത്തിൽ വന്നു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലുണ്ട്. നമ്മൾ അതിലേക്ക് വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ നന്നായി ഒന്ന് ധ്യാനിക്കണം. നമ്മൾ 8-ാം അധ്യായം എത്തി. മാസങ്ങളായി നമ്മൾ 8-ാം അധ്യായം വരെ എത്തിയപ്പോൾ. കാരണം എത്ര ധ്യാനിച്ചാലും ഇതൊരു അനുഗ്രഹമാണ്. ഞാൻ വിശ്വസിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം എത്തുന്നതിന് മുമ്പ് നമ്മുടെ വീട്, സാഹചര്യം, തലമുറകൾ, ഭാവി, മിനിസ്ട്രി, സമ്പത്ത് എല്ലാം മാറിയിരിക്കും. എനിക്ക് അത് സംഭവിക്കും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അത് സംഭവിക്കും.
ഇത് കാണുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഈ വചന ധ്യാനത്തിന് നിങ്ങളുടെ കൂട്ടായ്മ ഞങ്ങൾ ചോദിക്കും. ഒരുമിച്ച് നമുക്ക് ഈ വചനം എല്ലാവരുടെ ഉള്ളിൽ എത്തിക്കാം. ഈ വചനം ഒത്തിരി കുടുംബങ്ങളിൽ എത്തിക്കാൻ നിങ്ങൾ കഴിയുന്ന അത്രയും പേർക്ക് ഇത് ഷെയർ ചെയ്യുക. കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളോടുകൂടി ഇരിക്കും. പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. യേശുവിനെ ശരിയായി അറിഞ്ഞ് യേശുവാകുന്ന ആ കർത്താവിൻ്റെ കർത്തൃത്വത്തെ തിരിച്ചറിഞ്ഞ്, രാജത്വം തിരിച്ചറിഞ്ഞ്, ആ ബർത്തിമായിയെ പോലെ തിരിച്ചറിഞ്ഞ് വിളിച്ച് യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലാൻ എല്ലാവർക്കും ഇന്നു മുതൽ ഒരു പ്രത്യേക കൃപയുണ്ടാകട്ടെ. കർത്താവെ, അങ്ങയുടെ വചനത്തിന് വിരോധമായും അഭിഷിക്തന്മാർക്ക് വിരോധമായും ഞാനും ഇത് കേൾക്കുന്നവരും പറഞ്ഞ എല്ലാ നെഗറ്റീവ് വാക്കുകളും പൊറുക്കണേ. അഭിഷേകത്തിനും ദൈവഹിതത്തിനും വിരോധമായി പറഞ്ഞതെല്ലാം ഏറ്റുപറയുന്നു. ഞങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായത്, സഭയുടെ അനുഗ്രഹത്തിന്, ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹത്തിന് ഞങ്ങൾ മുഖാന്തരമുണ്ടായ എല്ലാ തടസ്സങ്ങളെയും ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശുവെ, ഞങ്ങളുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണം. ശരിയായ നിലയിൽ യേശുവിനെ കാണാൻ ഞങ്ങളെ സമർപ്പിക്കുന്നത്. കേൾക്കുന്നവർ സൗഖ്യമാകട്ടെ, സമാധാനം കൊണ്ട് നിറയട്ടെ, സാമ്പത്തിക വാതിലുകൾ തുറക്കട്ടെ, കുഞ്ഞുങ്ങൾക്ക് ഭാവി ഉണ്ടാകട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, സകല വാഗ്ദത്തങ്ങൾ നിറവേറട്ടെ, ആരോഗ്യം മെച്ചമാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഇഷ്ടം പോലെ ഭവിക്കും. യേശുവിനെ വിശ്വസിച്ചാൽ മാത്രം മതി. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നാളെ ഇതേ നേരത്ത് നമുക്ക് ഒരുമിച്ച് വീണ്ടും കൂടണം, പ്രാർത്ഥിക്കണം. ഗോഡ് ബ്ലെസ് യു.